അതായത് അമേരിക്ക നിരന്തരമായി മറ്റ് രാജ്യങ്ങളുമായി സംഘർഷം ഉണ്ടാക്കുന്നു. അവരെ പറ്റില്ലെങ്കിൽ അവരെ ഏതെങ്കിലും തരത്തിൽ തകർക്കാൻ നോക്കുന്നു. പക്ഷേ ഇതിൽ അസ്വസ്ഥരായ ഒരു വലിയൊരു വിഭാഗമുണ്ട്. അതായത് ഇപ്പോൾ റഷ്യയാണ് പ്രധാന ഇര. റഷ്യ, ചൈന, ഇന്ത്യ ഇവർ കൊടിപിടിച്ച് ഒരു പുതിയ മുന്നണി രൂപീകരിക്കുകയാണ്. അതിൽ അണിചേരാനായിട്ട് വേറെ ചില രാജ്യങ്ങളോട് സന്നദ്ധമാണ്. അങ്ങനെ വരികയാണെങ്കിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ പ്രചാരണം നടക്കുന്നത്, പിന്നെ ചില വിദഗ്ധരും പറയുന്നുണ്ട്, വേണ്ടി വന്നാൽ ഒരു മൂന്നാം ലോക മഹായുദ്ധം ഉണ്ടായാൽ അമേരിക്കക്കെതിരെ വലിയൊരു ചേരി ഇപ്പോൾ രൂപപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ അമേരിക്ക പങ്കെടുക്കുന്ന അല്ലെങ്കിൽ ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് വരെ പോയാൽ വലിയ കാര്യങ്ങൾ കൈവിട്ടു പോകും. ആ നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെന്ന് പറയും. ഇപ്പോൾ റഷ്യയിലേക്ക് അമേരിക്ക പുതിയ ആണവ അന്തർവാഹിനികളൊക്കെ അയച്ചിട്ടുമുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ വിലയിരുത്തുമ്പോൾ കുറച്ച് ആശങ്കയ്ക്ക് വകയുണ്ട് അല്ലേ? ശരിക്കും പറഞ്ഞാൽ ജിയോ പൊളിറ്റിക്സിൽ ശാശ്വതമായ ശത്രുക്കളോ ശാശ്വതമായ മിത്രങ്ങളോ ഇല്ല. എല്ലായ്പ്പോഴും ഉള്ളത് ഈ അന്നത്തെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള സൗഹൃദങ്ങളാണ്. ഇപ്പോൾ ഇവിടെ റഷ്യക്കെതിരെ അമേരിക്ക നിലപാട് സ്വീകരിക്കുന്നത് എന്തുകൊണ്ടാണ്? കാരണം അമേരിക്ക ഈ ലോക വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട് മറ്റ് രാജ്യങ്ങൾക്ക് മേൽ വലിയ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുക. ഈ സമ്മർദ്ദം ചെലുത്തുന്നതിൻ്റെ ഫലമായിട്ട് യൂറോപ്യൻ രാജ്യങ്ങൾ പോലും അമേരിക്കയിൽ നിന്ന് മാറി നിൽക്കുന്നത്. കാരണം നാറ്റോയെ തന്നെ ഈ അമേരിക്കയ്ക്ക് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് റഷ്യ എന്ന് പറയുന്ന രാജ്യത്തിനെതിരെ ഇപ്പോൾ അന്തർവാഹിനികളൊക്കെ വിന്യസിച്ചുകൊണ്ട് ഞങ്ങളിപ്പോൾ പണിതരാം എന്ന് പറഞ്ഞ് നിൽക്കുന്നത്. പക്ഷേ അമേരിക്ക പറയുന്നു ഞങ്ങൾ അങ്ങനെ നീക്കം നടത്തുന്നത് ഇതിനു വേണ്ടിയിട്ടല്ല, ഞങ്ങൾ വ്യാപാരത്തിൻ്റെ മൊത്തം ഒരു കച്ചവടം എടുത്തിരിക്കുകയാണ്, അങ്ങനെയാണെന്നൊക്കെ കുറേ ന്യായം പറഞ്ഞു. ഇവിടെ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ പുതുതായിട്ടൊരു ചേരി രൂപം കൊള്ളുന്നു. ഈ ചേരിയിൽ റഷ്യക്കൊപ്പം എക്കാലവും നിലനിന്നിരുന്ന ചൈന, അത് അവരുടെ കൂടെ തന്നെയുണ്ട്. ഒപ്പം ഇന്ത്യക്ക് സൈനിക കാര്യങ്ങളിലും സാമ്പത്തിക കാര്യങ്ങളിലും എക്കാലവും സഹായിച്ചത് റഷ്യ. മാത്രമല്ല ഇന്ന് വരെ ഇന്ത്യയും റഷ്യയും തമ്മിലൊരു യുദ്ധമോ ഒരു ഭീഷണിയോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഇന്ത്യയുടെ നിലപാട് എപ്പോഴും റഷ്യക്ക് അനുകൂലമായിരിക്കും. അപ്പോൾ ഇന്ത്യയും റഷ്യയും ചൈനയും തമ്മിലൊരു സഖ്യം രൂപപ്പെട്ടാൽ റഷ്യ, ഇന്ത്യ, ചൈന എന്ന് പറഞ്ഞ RIC ഇത് വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ ഒരു സംഘടന ഫോം ചെയ്തതാണ്. പക്ഷേ പിന്നീട് അതിൻ്റെ പ്രവർത്തനങ്ങളൊന്നും കൃത്യമായിട്ട് മുന്നോട്ട് പോയി. ഇവിടെ ഇപ്പോൾ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ അമേരിക്ക ഇന്ത്യക്കെതിരെ 25% നികുതി ഏർപ്പെടുത്തുന്നു, ചൈനയ്ക്ക് മേൽ 100% നികുതി എന്ന് പറയുന്നു, ബ്രസീലിന് 50% നികുതി, റഷ്യയിൽ നിന്ന് എണ്ണ മേടിക്കരുത്, ഇതൊക്കെയാണ് പറയുന്നത്. നമ്മൾ പറഞ്ഞാൽ അതൊന്നും പറ്റില്ല. നമുക്ക് കുറഞ്ഞ വിലയ്ക്ക് ആര് എണ്ണ തരുന്നോ ആ എണ്ണ മേടിച്ചിട്ട് ഒന്നീ നമ്മൾ ഉപയോഗിക്കും, അല്ലെങ്കിൽ നമ്മൾ മറിച്ച് വയ്ക്കും. അതുകൊണ്ടും നമ്മുടെ സമ്പദ് വ്യവസ്ഥ കൂടും. അപ്പോൾ നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയ്ക്ക് പ്രധാന ഘടകം ഒന്നിയിൽ ഈ എണ്ണ വിൽപ്പനയിലൂടെ കിട്ടുന്ന പണം, അല്ലെങ്കിൽ ആയുധ വിൽപ്പനയിലൂടെ കിട്ടുന്ന പണം. ഈ എണ്ണ വിൽപ്പന എന്ന് പറയുന്നത് നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന എണ്ണയല്ല, മറ്റൊരു രാജ്യത്തുനിന്ന് മേടിച്ചിട്ട് നമ്മൾ വിൽക്കുകയാണ്. അപ്പോൾ താൽക്കാലികമായി ഉണ്ടാകുന്ന പ്രതിഭാസമാണ്. ആ താൽക്കാലികമായ പ്രതിഭാസത്തിൽ നിന്ന് എത്രത്തോളം ലാഭം ഉണ്ടാകോ അത്രയും ലാഭം ഉണ്ടാക്കുന്നു. ഇവിടെ റഷ്യയ്ക്കൊപ്പം ചൈനയും ഇന്ത്യയും കൂടെ അണിനിരക്കുക എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും അമേരിക്കയ്ക്ക് ആ ഭീഷണിയെ നേരിടാൻ കഴിയില്ല. മാത്രമല്ല അമേരിക്കയുടെ കൂടെ എത്രയും നാളുണ്ട് എന്ന് കരുതിയിരുന്ന യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം തന്നെ ഏതാണ്ട് അകന്നു. യൂറോപ്യൻ രാജ്യത്തിൻ്റെ തലപ്പത്ത് UK മാറി, യൂറോപ്യൻ യൂണിയനിൽ നിന്ന്. അതോടുകൂടി നേരെ ഫ്രാൻസ് വരുന്നു. ഫ്രാൻസാണ് ഇപ്പോൾ രാജാവ്. കാരണം UN സ്ഥിരാംഗമാണ്, ആണവ ശക്തിയാണ്, അതുപോലെ തന്നെ വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു ഭരണകൂടമുണ്ട്. അതുകൊണ്ട് ഇമാനുവൽ മാക്രോൺ നേരിട്ട് ട്രംപിനെ വെല്ലുവിളിക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കുന്നു. ഇത് അമേരിക്കയ്ക്ക് വീണ്ടും ഭീഷണിയാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആഗോളക്രമം മൊത്തത്തിൽ മാറുകയും അമേരിക്ക ഒറ്റപ്പെട്ടു പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് റഷ്യയ്ക്ക് നേരെ ഞങ്ങളിപ്പോൾ അന്തർവാഹിനി അയക്കുന്നു, ആറ്റം ബോംബ് ഇടുക എന്നൊക്കെ പറഞ്ഞൊരു ഭീഷണി മുഴക്കുന്നത്. അങ്ങനെ നമുക്ക് കരുതിക്കൂടെ? തീർച്ചയായിട്ടും ഒരു ഭീഷണിയായിട്ട് മാത്രം കണ്ടാൽ മതി. ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പോകാൻ സാധ്യത വളരെ അപൂർവമാണ്. ഇതിൽ വേറൊരു സംഗതി കൂടി ഉണ്ടല്ലോ. ഇപ്പോൾ അമേരിക്ക ഇപ്പോൾ ശ്രമിക്കുന്നത്, പൊതുവെ പറഞ്ഞു വെക്കുന്നത്, ഉക്രൈനുമായിട്ടുള്ള യുദ്ധം പെട്ടെന്ന് അവസാനിപ്പിക്കണം. ആദ്യം 50 ദിവസത്തെ ഷോർട്ട് നോട്ടീസാണ് കൊടുത്തത്. അത് വെട്ടിച്ചുരുക്കി ഇപ്പോൾ 12 ദിവസം. ആ 12 ഒന്ന് ബലപ്പെടുത്താൻ വേണ്ടിയാണത്രേ ഈ പറയുന്ന അന്തർവാഹിനി പോയത് എന്നാണ്. അല്ലാണ്ട് നേരിട്ടൊരു യുദ്ധത്തിന് താല്പര്യമില്ല എന്നൊരു ലൈനാണ് സ്വീകരിക്കുന്നത്. അതിനകത്ത് നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത എന്താണെന്നറിയോ? ഈ റഷ്യയെ സംബന്ധിച്ചിടത്തോളം റഷ്യയുടെ ഒരു പവർ അനുസരിച്ച് ഉക്രൈനെ കീഴ്പ്പെടുത്താൻ എപ്പോഴേ സാധിക്കുമായിരുന്നു. റഷ്യക്ക് ഉക്രൈനെ അങ്ങനെ കീഴ്പ്പെടുത്തണ്ട, റഷ്യ വിചാരിക്കുന്നത് ഉക്രൈൻകാർ അവരുടെ ആളുകളാണെന്നാണ്. അതെ, കാരണം ഉക്രൈനിൽ താമസിക്കുന്ന റഷ്യൻ വംശജർ ഒരുപാടുണ്ട്. അതുപോലെ ഉക്രൈൻ വംശജരായ ഒരുപാട് പേര് റഷ്യയെ താമസിക്കുന്നുണ്ട്. അതുകൊണ്ട് നേരിട്ട് അങ്ങനെ ഒരു ആക്രമണമില്ല. പകരം റഷ്യ ആക്രമിക്കാനായിട്ട് പോകുമ്പോൾ തന്നെ കൂലിപ്പട്ടാളത്തെ ഇറക്കുന്നത്. ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് ഉൾപ്പെടെയുള്ള മൂന്നാംകിട രാജ്യങ്ങൾ, മൂന്നാം ലോക രാജ്യങ്ങൾ എന്നൊക്കെ പറഞ്ഞില്ലേ, അവിടെ നിന്ന് പോകുന്ന ആൾക്കാരെ യൂണിഫോം ഒക്കെ ഇട്ടിട്ട് പട്ടാളത്തേക്കൊക്കെ ഇറക്കുകയാണ്. ഒപ്പം നോർത്ത് കൊറിയയുമായിട്ട് നല്ല ബന്ധമാണ്. അപ്പോൾ കിങ് ജോങ് ഉന്നുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് കുറച്ച് സഹായം വേണമെന്ന് പറഞ്ഞ് അപ്പോൾ അവർ കുറച്ച് ആയുധം കൊടുക്കുന്നു. ഈ ആയുധം ഉപയോഗിക്കാൻ ഒരു 5000 പേരെ അല്ലെങ്കിൽ 10000 പേരെ വിടുന്നു. ഇപ്പോൾ കിങ് ജോങ് ഉൻ പറഞ്ഞു ഞങ്ങളൊരു 20000 പേരെ കൂടെ വിട്ടുതരാം, കാരണം ഞങ്ങളുടെ ആർമിയെ കൊണ്ടാണല്ലോ റഷ്യ ജയിച്ചത്. റഷ്യയുടെ തന്ത്രമാണത്. വ്ളാഡിമിർ പുടിൻ സ്വന്തം രാജ്യത്തെ പട്ടാളത്തെ ബലി കഴിപ്പിക്കാതെ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ആൾക്കാരെ കൂലിപ്പട്ടാളത്തെയൊക്കെ മുമ്പിൽ നിർത്തിക്കൊണ്ട് ആക്രമണം നടത്തുന്നു. ഇതെന്തിനാണെന്ന് വെച്ചാൽ ഒരു 2030 വരെ ഇങ്ങനെ കയറി
കൂടിയും കുറഞ്ഞുമായിട്ട് യുദ്ധം പോകണം. അങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ റഷ്യക്ക് മറ്റ് ചില ലക്ഷ്യങ്ങളുണ്ട്. കാരണം പണ്ട് USSR ആയിരുന്ന സമയത്ത് റഷ്യക്കൊപ്പം ഉണ്ടായിരുന്ന ചില രാജ്യങ്ങൾ, ഇപ്പോൾ ഉക്രൈൻ അങ്ങനെയുള്ള ഒരു രാജ്യമാണ്, അതുപോലെ തന്നെ ജോർജിയ എന്ന് പറയുന്ന രാജ്യമുണ്ട്, ഈ പിന്നെ തജിക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, അങ്ങനെ കുറേ രാജ്യങ്ങളുണ്ട്. ഇവരെ എല്ലാം കൂടെ കൂട്ടിച്ചേർത്തിട്ട് ഒന്നുകിൽ പഴയ USSRനെ സൃഷ്ടിക്കുക. അപ്പോൾ തങ്ങളുടെ ആ സാമ്രാജ്യം വലുതാക്കുക എന്നുള്ളത് റഷ്യയുടെ ലക്ഷ്യം. ഇപ്പം തന്നെ നിലവിൽ ലോകത്തെ ഏറ്റവും വലിയ രാജ്യം വിസ്തൃതിയുടെ കാര്യത്തിൽ റഷ്യയാണ്. അമേരിക്കയുടെയും ചൈനയുടെ ഇരട്ടിയുണ്ട്. ആ റഷ്യ എന്തുകൊണ്ട് ഞങ്ങൾ ഇനി ഒരു ലോക രാജാവായി നിന്നുകൂടാ? കാരണം വ്ളാഡിമിർ പുടിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു കാര്യവും പറയില്ല, പ്രവർത്തിച്ച് കാണിക്കും. പുടിൻ്റെ ഈ നീക്കമാണ് ട്രംപ് ഭയക്കുന്നത്. ട്രംപ് ഒന്നും പ്രവർത്തിക്കില്ല, പറഞ്ഞു കാണിക്കുകയുള്ളൂ. പക്ഷേ അബദ്ധത്തിൽ ചാടും. പറഞ്ഞ അബദ്ധത്തിൽ ഇപ്പം തന്നെ F-35 യുദ്ധവിമാനത്തിന് ഒരു പ്രശ്നം അറിയത്തില്ലേ? എന്താ ഇപ്പം ട്രംപിൻ്റെ പ്രശ്നം എന്നാലോചിച്ച് നോക്കിയേ. F-35 അതിപ്പോൾ നാറ്റോ സഖ്യ രാജ്യങ്ങൾക്കൊക്കെ കൊടുക്കാൻ ഞങ്ങൾ തന്നേക്കാം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഫ്രാൻസ് അതിന് ബദൽ മാർഗം ഉണ്ടാക്കിയ അവരുടെ സ്വന്തം ഉണ്ടല്ലോ, നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന റാഫേൽ. F-35 ഞങ്ങളുടെ റഫേലാണ് ബെറ്റർ എന്ന് പറയുന്ന മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുക ഇമ്മാനുവൽ മാക്രോൺ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കുക. അത് മാത്രമല്ല ഈ അമേരിക്കയുടെ സഖ്യ രാജ്യങ്ങളായ ജർമ്മനി, അതേപോലെ UK, അവർക്കൊന്നും ഇപ്പോൾ F-35 വലിയ താല്പര്യമില്ല. ഞങ്ങൾക്കത് വേണ്ട എന്നുള്ളൊരു നിലപാടാണ് എടുക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു F-35 തകർന്നു വീഴുകയും ചെയ്തില്ലേ? അതെ, അതുകൊണ്ടാണ് ആ തകർന്ന് വീണപ്പോൾ ഇപ്പം ബാക്കിയുള്ളവർ പറഞ്ഞത് അറിയാം, ഈ F-35 എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 800 കോടിയൊക്കെ നമ്മുടെ ഇന്ത്യൻ റുപ്പി പറയാൻ അത്രയും വിലയുണ്ട്. ആ വിലയുള്ള വിമാനം പോയി പറന്നിട്ട് തകർന്ന് വീഴുന്നതിനേക്കാൾ നല്ലത് ഞങ്ങൾ നിർത്തിവെച്ചത്. കാരണം അവരുടെ തൊണ്ട F-35 ഉണ്ടെന്ന് പറയാൻ അത് ചൂണ്ടിക്കാണിക്കുക. ഇത് തകർന്ന് വീണാൽ തീർന്നില്ലയോ? കാരണം ഈ പണ്ട് വലിയ ആദ്യന്മാര് തറവാടിന്റെ മുമ്പിൽ ആനയെ മേടിച്ച് പണിയെടുപ്പിക്കാൻ എന്ന് പറയുന്നത് ഇത് ആകെ അമേരിക്ക തകർന്നു പോയി. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം F-35 ഒരുപാട് കപ്പാസിറ്റി ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ നമ്മളിപ്പോൾ ലോകത്ത് നിന്ന് കാണുന്നത് എന്താ, ഇന്ത്യയിൽ കേരളത്തിൽ ഒരു F-35 വന്ന് പറന്നിറങ്ങേണ്ടി വരും. അവസാനം F-35 ഈ ഓണക്കാലത്ത് നിന്നായിരുന്നെങ്കിൽ ആളുകൾ ക്ലബിൻ്റെ പരിപാടിക്കൊക്കെ ഉദ്ഘാടനത്തിന് കവാടം വെച്ച് കെട്ടി വെച്ചിട്ട് ആ അവസ്ഥയിൽ ഇങ്ങനെ ട്രോളാവുന്ന ആലോചിച്ച് നോക്കി. നമ്മൾ എന്തുമാത്രം ആ വിമാനത്തെ ട്രോളി. അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. കാരണം അവരുടെ സാങ്കേതിക വിദഗ്ധർക്ക് ഇത് പരിഹരിക്കാൻ കഴിയുന്നില്ല. ലോക്ഹീഡ് മാർട്ടിൻ എന്ന് പറയുന്ന ലോകത്ത് തന്നെ ഏറ്റവും മുന്തിയ വ്യോമ പ്രതിരോധ നിർമ്മാണ കമ്പനിയാണ്. അവർക്ക് അവരുടെ ടെക്നോളജിയെ കൃത്യമായിട്ട് യൂസ് ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ വരുന്നു. അപ്പോൾ ഒന്നുകിൽ അത് നമ്മുടെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നമ്മൾ ലോക്ക് ചെയ്തതാവാം, അതല്ലെങ്കിൽ അവരുടെ നിർമ്മാണത്തിൽ വൈകല്യങ്ങളുണ്ട്, അപര്യാപ്തയുണ്ട്. അത് ശരിയാണ്. കാരണം 11 വർഷം കൊണ്ട് 20 F-35 യുദ്ധവിമാനങ്ങൾ അമേരിക്കയുടെ തകർന്നു പോയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ആ 5ാം തലമുറ യുദ്ധവിമാനത്തിന് നമ്മൾ കരുതുന്നത്ര ശക്തിയില്ല. അതിനപ്പുറത്തേക്കാണ് Su-57 എന്ന് പറയുന്ന റഷ്യയുടെ യുദ്ധവിമാനം നിൽക്കുന്നത്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അവിടെ ആദ്യമായിട്ട് ഈ ട്രംപ് പ്രധാനമന്ത്രി ആയതിനു ശേഷം, പ്രസിഡന്റ് ആയതിനു ശേഷം അവിടെ വിസിറ്റ് ചെയ്യുന്നു. അന്ന് പറയും നിങ്ങൾക്ക് ഞങ്ങൾ F-35 തരാം, നിങ്ങൾ കൊണ്ടുപോയിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ മോദി പറഞ്ഞ് ആലോചിക്കാം, വരട്ടെ എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ എന്താണ് F-35 ഒഴിവാക്കിയെന്ന് ഏതാണ്ട് മനസ്സിലായില്ലേ? ഇവിടെയാണ് അമേരിക്കയുടെ യുദ്ധതന്ത്രങ്ങൾ, അവരുടെ പ്രതിരോധ മേഖല, അവിടുത്തെ ടെക്നീഷ്യന്മാരുടെ കഴിവ്. ഇപ്പോൾ സാങ്കേതിക വിദ്യയിൽ അമേരിക്ക ഒരു കാലത്ത് മുന്നിലായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മുടെ കാലം മാറി, രാജ്യങ്ങളെല്ലാം തന്നെ അതുപോലെ മുന്നിലേക്ക് എത്തി. ഇവിടെ എന്താണ്, ഇറാൻ എന്ന് പറയുന്ന രാജ്യം പോലും സ്വന്തമായിട്ട് യുറേനിയം സമ്പുഷ്ടീകരിച്ച് ആണവായുധം നിർമ്മിക്കുന്നു. ഇതാണല്ലോ അമേരിക്കയുടെ എക്കാലത്തെയും പ്രശ്നം. അതുകൊണ്ട് ഈ നേരത്തെ പറഞ്ഞത് റഷ്യയും ചൈനയും ഇന്ത്യയും തമ്മിലൊരു സഖ്യം ഉണ്ടാകുമ്പോൾ ഒപ്പം നോർത്ത് കൊറിയ നിൽക്കുന്ന കാര്യത്തിൽ സംശയം വേണ്ട. കാരണം അമേരിക്കയുടെ പ്രഖ്യാപിത ലക്ഷ്യം ഇപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലും അമേരിക്കയോട് അടിക്കുന്നുണ്ട്. അവസാന ലക്ഷ്യം എന്ന് പറഞ്ഞിട്ട് ഇറാൻ എന്തൊടുക്കും, ഒരു വിമാനത്തിൽ ഉള്ള ബോംബെല്ലാം അവിടെ കയറ്റി വെച്ചാൽ അമേരിക്ക കൊണ്ടുപോയി പൊട്ടിച്ചെന്ത് ചെയ്യും? അങ്ങനെയും ചെയ്യാം. കാരണം ഇത്രയും ഒരു ശക്തി ഒരുമിച്ച് നിൽക്കുന്നു. ഇപ്പുറത്തേക്ക് യൂറോപ്യൻ യൂണിയൻ അമേരിക്ക ഏതാണ്ട് കൈവിട്ട അവസ്ഥയിലാണ്. നാറ്റോ സഖ്യത്തിനും അമേരിക്കയോട് വലിയ താല്പര്യമില്ല. ഇമ്മാനുവൽ മാക്രോൺ ശക്തമായിട്ട് നിന്നിച്ച് അമേരിക്കയെ ചീത്ത പറയുന്നു. ബ്രിട്ടൻ അവരുടെ കൂടെ നിൽക്കുന്നില്ല. എന്നും നമ്മൾ ഒരുപോലെ കണ്ടിരുന്ന കാനഡ പോലും അമേരിക്കയെ തള്ളിക്കളഞ്ഞിട്ട് അതെ, അതാ ഞാൻ പറഞ്ഞത്. ട്രംപ് എല്ലാ രാജ്യങ്ങളും ഇങ്ങനെ തിരിഞ്ഞത് ട്രംപ് കാരണം തന്നെയാണ്. അതെ, അപഹാസ്യനായ ഒരു ഭരണാധികാരി എന്ന് പറഞ്ഞില്ലേ. ഒരു രാഷ്ട്രീയത്തിൽ ഇത്രയും നിലപാടില്ലാത്ത ഒരു അമേരിക്കൻ പ്രസിഡന്റ് നമ്മൾ ഇന്നുവരെ കണ്ടിട്ടില്ല. ശരിക്കും ആ രാജ്യത്തിൻ്റെ തകർച്ചയിലേക്ക് കൈപിടിച്ച് കൊണ്ടുപോകുന്ന ഒരു പ്രസിഡന്റ് എന്നായിരിക്കും ചരിത്രം ഒരുപക്ഷെ ട്രംപിനെ വിലയിരുത്തുന്നത്. എന്തായാലും റഷ്യയും ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ഒരു പുതിയ ചേരി രൂപപ്പെടുന്നുണ്ട്. ഇത് മുമ്പുള്ള ഒരു ചേരിയായിരുന്നു, പിന്നീട് അത് നിശ്ചലാവസ്ഥയിലായി. ഇപ്പം വീണ്ടും അത് എന്താ പറയുക, പൊട്ടിക്കിളിച്ച് വളർന്നു വരുന്നു. ഒപ്പം ഈ പറയുന്ന ഇറാന്, അതുപോലെ നോർത്ത് കൊറിയ എല്ലാം കൂടെ ചേർന്ന് വന്നാൽ അമേരിക്കയ്ക്ക് വമ്പൻ പണി കിട്ടുമെന്ന കാര്യത്തിൽ നമുക്ക് സംശയം വേണ്ട, അല്ലേ? കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.